കൊച്ചിയിൽ നിന്ന് സജോയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൊച്ചിയിൽ ഒരുപാട് വാർത്തകൾ സജോ നമ്മളായിട്ട് പങ്കുവെക്കും. സജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. യെസ് സജോ, നല്ലൊരു ലൊക്കേഷൻ, മൊത്തം ഒരു പച്ചപ്പും ഹരിതാപയും ഉണ്ട്. എവിടെയാണത്? ഇത് മറൈൻ ഡ്രൈവിനും ക്യൂൻസ് വാക്വേക്കും ഇടയിലുള്ള സ്ഥലമാണ്. അതായത് നമ്മുടെ മറൈൻ ഡ്രൈവിന് തൊട്ടടുത്തുള്ള ഏറ്റവും ഭംഗിയുള്ള പ്രദേശം. രാവിലെ ധാരാളം കൊച്ചി നിവാസികൾ അല്ലെങ്കിൽ നഗരനിവാസികൾ മോർണിംഗ് വാക്കിനൊക്കെ വരുന്ന സ്ഥലമാണ്. യെസ്, അപ്പോൾ സജോ, എന്തായാലും വാർത്തകളിലേക്ക് വരാം. ഈ മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ ഈ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലേ സജോ? ഈ അസ്മയുടെ ഒരു പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. അപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ പെരുമ്പാവൂരിലായിരിക്കും അല്ലേ? വെങ്കി, ഈ സംഭവം കേരളം കുറച്ചൊക്കെ ഒട്ടൊക്കെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. അതായത് ഈ കാര്യത്തിൽ പെരുമ്പാവൂർ സ്വദേശിയായ യുവതി അസ്മ, അവർ മലപ്പുറത്ത് വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഭർത്താവ് സിറാജുദ്ദീൻ മതിയായ ചികിത്സ നൽകിയില്ല പ്രസവത്തെ തുടർന്ന്. അതായത് വീട്ടിൽ പ്രസവം എന്നത് പലയിടത്തും പലരും പരീക്ഷിക്കുന്ന ഒരു രീതിയാണ്. അക്യുപങ്ചർ മറ്റും ആ ചികിത്സാ രീതിയും മറ്റും ഉപയോഗിച്ച് പ്രസവം നടത്തുന്നു എന്നൊക്കെയാണ് അവകാശവാദം. അങ്ങനെ വീട്ടിലെ പ്രസവത്തിനിടെയാണ് ഈ യുവതി മരിക്കുന്നത്. രക്തസ്രാവം ഉണ്ടായെങ്കിലും ആ ഘട്ടത്തിൽ വൈദ്യ സഹായം തേടാമായിരുന്നു, അതുണ്ടായില്ല എന്നാണ് ആരോപണമായി അസ്മയുടെ ബന്ധുക്കൾ പറയുന്നത്. പിന്നാലെ മരണത്തിന് ശേഷം മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീട് തർക്കമുണ്ടായി. പോലീസ് ഇടപെട്ടാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പെരുമ്പാവൂരിൽ ഇന്ന് സംസ്കാരം. നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം പരാതിയുണ്ട് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. അവർ പറയുന്നത് രക്തസ്രാവം ഉണ്ടായപ്പോൾ വൈദ്യസഹായം തേടാമായിരുന്നു, അക്കാര്യത്തിൽ പരാതിയുണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായാൽ മാത്രമേ ഈ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. തുടർ നടപടികൾ ഈ കാര്യത്തിലെല്ലാം വൈദ്യസഹായം അല്ലെങ്കിൽ മോഡേൺ ചികിത്സയുടെ സേവനം തേടുന്നത് സാധാരണഗതിയിൽ മതപണ്ഡിതരൊന്നും എതിർക്കുന്നതല്ല. അതുകൊണ്ട് ആളുകൾ ഇക്കാര്യത്തിൽ വീടുകളിലെ പ്രസവത്തിലെ റിസ്ക് ഫാക്ടറൊക്കെ പരിഗണിച്ചുകൊണ്ട് സാധ്യമായ മറ്റു പല പോംവഴികളും ഉണ്ട്. ആ കാര്യത്തിൽ ഇതിനകം പലരും അഭിപ്രായ പ്രകടനം നടത്തിക്കൂടി കഴിഞ്ഞു. അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ ഇപ്പോൾ സാധ്യമായ എല്ലാ നിലയ്ക്കുമുള്ള സാധ്യതകൾ ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചുറ്റും. അതുകൊണ്ട് മോഡേൺ മെഡിസിൻ്റെ സഹായം തേടുന്നതിൽ ഏതെങ്കിലും നിലയ്ക്ക് കുഴപ്പമുണ്ട് എന്ന് കരുതുക വയ്യ. അതിൽ മതപണ്ഡിതരൊന്നും കാര്യമായ എതിർപ്പ് പറയുന്നുമില്ല എന്നാണ് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുകയാണ്. യെസ് സജോ, എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് വേണം തുടർ നടപടികളിലേക്ക് കടക്കാനെന്ന് സജോ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ഭർത്താവിനെയൊക്കെ പോലീസിനെ ചോദ്യം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കേസ് എടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ? എനിക്ക് ഉറപ്പായും. അതായത് ഇക്കാര്യത്തിൽ ആദ്യം പരാതി എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ സ്വമേധയാ പോലീസിന് കേസെടുക്കാം. നിലവിൽ ഇത് സംബന്ധിച്ച് വിവാദങ്ങളും ചർച്ചകളും വീട്ടുകാരുടെ പരാതിയും മറ്റുമൊക്കെയുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ മലപ്പുറം പോലീസാണ്, മലപ്പുറത്തെ വാടക വീട്ടിൽ വെച്ചാണ് ഈ മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് മലപ്പുറത്തെ പോലീസാണ് ഇവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച റിപ്പോർട്ടും വിവരങ്ങളും മലപ്പുറത്തെ പോലീസിന് കൈമാറുക എന്നതാണ് നടപടി എന്നാണ് പെരുമ്പാവൂർ പോലീസ് പറയുന്നത്. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ചൊക്കെ കൂടുതൽ പരിപൂർണമായ ഒരു വ്യക്തത വരികയുള്ളൂ. അങ്ങനെ ഉള്ള ശാസ്ത്രീയമായൊരു റിപ്പോർട്ടിൻ്റെയും ഗ്രൗണ്ട്സിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് കേസിലേക്ക് കടക്കാൻ കഴിയുക എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്താൽ സ്വമേധയോ അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിലോ കേസെടുക്കാം. ആ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഇൻക്വസ്റ്റ് നേരത്തെ പൂർത്തീകരിച്ചതാണ്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമാകണം. ഒപ്പം വിശദമായ മൊഴി ഉറപ്പായും രേഖപ്പെടുത്തും. സ്വാഭാവികമായും കേസെടുത്തതുകൊണ്ട് തന്നെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും എന്ത് തുടർ നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് പോലീസ് തീരുമാനമെടുക്കുക. തീർച്ചയായിട്ടും സജോ, ഈ കൊച്ചിയിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണ അവകാശവാദത്തിൽ ഈ സഭാ നേതൃത്വത്തിൽ തന്നെ ഒരു ഭിന്ന സ്വരം ഉയരുന്നത്. അപ്പോൾ ഈ തലശ്ശേരി, താമരശ്ശേരി രൂപത അധ്യക്ഷന്മാരെ ഒക്കെ തള്ളി ഈ പാലാ രൂപത രംഗത്തെത്തിയിട്ടുണ്ട്. സത്യത്തിൽ പുതിയൊരു പാർട്ടി വരുമോ സജോ? വീണ, അതിനുള്ള സാധ്യത വളരെ പരിമിതമാണ്. യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭാ നേതൃത്വം ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരണ അവകാശവാദം ഉന്നയിച്ചത്. കോഴിക്കോട് നടന്ന പരിപാടി കത്തോലിക്ക കോൺഗ്രസിന്റെ പരിപാടിയാണ്. പക്ഷേ കത്തോലിക്ക കോൺഗ്രസ് കേരളത്തിലുടനീളം വിപുലമായ സമുദായ ശക്തി പ്രകടന യോഗങ്ങൾ, അവകാശ പ്രഖ്യാപന റാലിയൊക്കെ കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒരു സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രം പയറ്റുക എന്ന നിലയ്ക്ക് വ്യക്തമാക്കിയൊരു നിലപാടാണ്. പക്ഷേ അതിൽ തന്നെ സഭാ നേതൃത്വത്തിൽ ഭിന്നസ്വരമുണ്ട്.
അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണമല്ല. സഭയ്ക്കകത്ത് തന്നെ ധാരാളം പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആദ്യം ഐക്യം ഉണ്ടാകണം, അതിനുശേഷം ഇത്തരം അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയാൽ മതി എന്നാണ്. അത് സഭയ്ക്കകത്തുള്ള ഒരു ആഭ്യന്തര പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. തലശ്ശേരി അതിരൂപത അധ്യക്ഷന്മാർ ജോസഫ് പാമ്പളാനി, താമരശ്ശേരി അതിരൂപത അധ്യക്ഷൻ റമജിയോ സെഞ്ചിനാനിയിൽ എന്നിവരാണ് ഈ അവകാശവാദം ഉന്നയിച്ചത്. അതിനെ തള്ളിയാണ് പാലാ രൂപത അധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങാട്ട് രംഗത്ത് വന്നത്. സഭയ്ക്കകത്തുള്ള ഒരു ആഭ്യന്തര പൊളിറ്റിക്സിന്റെ കൂടിയും ഭാഗമാണ്. പക്ഷേ കത്തോലിക്ക കോൺഗ്രസ് ഒരു സമുദായ സംഘടനയാണ്. സിറോ മലബാർ സഭയിലെ വിശ്വാസികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ്. ആ സംഘടനയെ ശക്തിപ്പെടുത്തുകയും അതൊരു സമ്മർദ്ദ രാഷ്ട്രീയ ശക്തിയായി ആഭ്യന്തരമായി പ്രവർത്തിക്കുകയും ചെയ്യുക, അങ്ങനെ ആ ശക്തി പ്രകടനം നടത്തുക. നേരത്തെ പല വിഷയങ്ങളിൽ വഖഫ് വിഷയം, മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നം, അതിലെല്ലാം LDFിനോടും ഭരിക്കുന്ന നിലവിലെ സംസ്ഥാന സർക്കാരിന് ഭരണ നേതൃത്വം നിർവഹിക്കുന്ന LDF മുന്നണിയോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് സഭയ്ക്ക്. UDFിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ട് ക്രൈസ്തവ വിഭാഗങ്ങൾ, സഭാ നേതൃത്വമൊക്കെ പല ഘട്ടങ്ങളിലായി അകന്നു പോകുന്ന സാഹചര്യമുണ്ട്. പുതുതായുള്ളൊരു ചങ്ങാത്തം BJPയുമായി നടക്കുന്നു, അല്ലെങ്കിൽ BJPയുമായും പുതിയ ചങ്ങാത്തം ഉണ്ടാകുന്നു സഭയ്ക്ക് എന്ന ഒരു ചർച്ച ഒരു കോണിൽ നിന്ന് ഉയർന്നു വരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയും ചേർത്ത് വായിക്കണം. സഭ അങ്ങനെ അതിനൊരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുമ്പോൾ BJPയോട് കൂടുതൽ അടുക്കുന്ന ലൈനോ അതിന് വിരുദ്ധമായ ലൈനിനോ ഒക്കെ സഭയ്ക്കകത്ത് വ്യത്യസ്തമായ ചർച്ചകളും അഭിപ്രായങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ജോർജ് കുര്യൻ അടക്കം കേന്ദ്രമന്ത്രിസഭയിലുണ്ട്. കേന്ദ്ര സർക്കാരുമായും BJPയുമായും ഒക്കെ കൂടുതൽ ആശയവിനിമയത്തിനുള്ള സാധ്യത സഭയ്ക്ക് ഇപ്പോൾ രൂപപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്നതാണ്. മറ്റൊന്ന് വഖഫ് വിഷയമടക്കമാണ്. അങ്ങനെ UDFുമായും LDFുമായും ഒക്കെ നിലനിൽക്കുന്ന ചില അഭിപ്രായ ഭിന്നതകൾ ഒരു വശത്തുണ്ട്. മറുവശത്ത് സഭയുമായി കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ചങ്ങാത്തം കൂടാൻ BJPക്ക് താല്പര്യവുമുണ്ട്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ കുറച്ചുകൂടി അതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെന്ന അഭിപ്രായം സഭയ്ക്കകത്തുണ്ട് ഉറപ്പായും. പക്ഷേ ഇതിന്റെ ബാക്കി ചർച്ചകൾ പ്രസക്തമാണ്. പലപ്പോഴും നേരത്തെ ഏറ്റവും ഒടുവിൽ വഖഫ് വിഷയത്തിലടക്കം സഭകളുടെ നിലപാട് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ, രാഷ്ട്രീയമായി വിലയിരുത്തലുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ തുടർന്ന് സഭകൾ സ്വീകരിക്കുന്ന, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, അതിനും അപ്പുറത്ത് സിറോ മലബാർ സഭ സ്വീകരിക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഏറ്റവും പ്രധാനമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ കേരളത്തിൽ വരാനിരിക്കുന്നു. പല രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കും സോഷ്യൽ എഞ്ചിനീയറിംഗിനും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൽ, ഈ അവകാശവാദത്തിലൊക്കെ ഈ സഭാ നേതൃത്വത്തിൽ ഒരു ഭിന്ന സ്വരമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ സജോ ദേവസ്യ നമുക്ക് നൽകിയത്. എന്തായാലും സജോ, ഹാവ് എ ഗുഡ് ഡേ. ഒരുപാട് വാർത്തകൾ ഉണ്ടാകട്ടെ സജോ.